മോദി എത്തുമ്പോൾ ഉണ്ടാകുന്ന തൃശ്ശൂരിന്റെ ഒരു മാറ്റം അതെങ്ങനെയായിരിക്കും? ശ്രീ, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റൗണ്ടിലാണ്. ഇവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പോലീസ് സേനയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 4:15 കൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തുക. പാലക്കാട് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. എന്തായാലും ഇവിടെ എത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ആശുപത്രി റോഡിൽ നിന്നും 900 മീറ്റർ ദൂരത്താണ് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ഇറങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡ് ഷോ കൂടി ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിന്റെ വലിയൊരു പൊളിറ്റിക്കൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ആദ്യമായി BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട് BJPക്ക് വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയുടെ വലിയ BJPയെ സ്വാധീന ശക്തിയാകുന്ന വോട്ട് ബാങ്കുകൾ ഉണ്ട് എന്നൊരു വിശ്വാസം കൂടി BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്യാൻ, തൃശ്ശൂരിലെ ജനങ്ങളെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഇനി 11 ദിവസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് BJPയുടെ ഒരു വലിയ ടാസ്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ട്, തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടും BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. എന്തായാലും നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് പ്രധാനമന്ത്രി കേരള ജനതയ്ക്ക് മുൻപിൽ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും, തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രധാനമായും കേരളം ഉറ്റുനോക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ പല ഉയർന്നിരിക്കുന്ന ഡീൽസ് സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി ഒരുപക്ഷെ മറുപടി പറഞ്ഞേക്കാം. വലിയ ആരോപണങ്ങൾ BJPയും CPMഉം BJPയും കോൺഗ്രസും തമ്മിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേക്കാം. എന്തായാലും എന്താണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തിൽ അങ്ങേയറ്റം സാഹോദര്യത്തോടെ നോക്കിയിരിക്കുകയാണ് കേരള ജനത എന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിനുപരി പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ദൂരത്ത്, അതായത് നമ്മൾ കൊച്ചിയിലും കണ്ടത് വളരെ ദൂരത്ത് നിന്നത് പ്രവർത്തകരല്ലാതെ, അതായത്